നമസ്കാരം. ഞാൻ സന്തോഷ് അമ്പലത്തറ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് 2026 ജനുവരി മുതൽ ഒരു വർഷത്തേക്കുള്ള പുതുവർഷ ഫലങ്ങളാണ്. അപ്പോൾ ഈ പുതുവർഷ ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പൊതുവെ ചാരഫലങ്ങളാണ് എല്ലാ ജ്യോതിഷികളും പറയാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ചാരഫലങ്ങൾ 100% അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അങ്ങനെ വരാറില്ല. അപ്പം നല്ല ഫലങ്ങളായാലും മോശമായ ഫലങ്ങളായാലും നമ്മൾ ഇതിൽ കേട്ട് അമിതമായി സന്തോഷിക്കാനോ അമിതമായി ദുഃഖിക്കാനോ പാടില്ല. കാരണം നിങ്ങളുടെ ജാതകത്തിൽ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനബലങ്ങൾ അല്ലെങ്കിൽ ബിന്ദുക്കളുടെ അവസ്ഥകൾ ഇതെല്ലാം നമ്മൾ പരിശോധിച്ചതിന് ശേഷമാണ് ഒരു ഫലം മോശമായി വരുമോ അല്ലെങ്കിൽ അനുകൂലമായി വരുമോ എന്നുള്ള ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് ഇത്രയും ആൾക്കാരുടെ ഫലം ഒരു നക്ഷത്രത്തിൽ തന്നെ എത്രയോ പേര് വിവിധ പ്രായങ്ങളിൽ ഈ ഇത് കേൾക്കുന്നുണ്ടാവാം. അപ്പോൾ അവർക്കെല്ലാം ഒരുപോലെ ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരണമെന്നില്ല, വ്യത്യാസങ്ങളുണ്ടാവാം. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ ഇത് പൊതു ഫലമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു ജ്യോതിഷിയെ നിങ്ങൾ സമീപിച്ചിട്ട് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൊതുഫലങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് അശ്വതി നക്ഷത്രത്തെ കുറിച്ചിട്ടാണ്. അപ്പം അശ്വതി നക്ഷത്രം നമുക്കറിയാം മേടക്കൂറിൽ 1ാമത്തെ നക്ഷത്രമാണ്. ഈ നക്ഷത്രം ഈ കൂറിനെ വെച്ച് നോക്കുമ്പോൾ 12ലാണ് ശനിയും 3ൽ വ്യാഴവും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഈ കാലഘട്ടം പോകുന്നത്. പിന്നെ ഗ്രഹങ്ങളുടെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ ഫലങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ എന്നിരുന്നാലും പൊതുവായിട്ട് 12ൽ ശനി നിൽക്കുമ്പോൾ തന്നെ അതിനെ ഏഴര ശനി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പോഴും ഏഴര ശനി നടക്കുന്ന ഒരു കാലഘട്ടമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ജാതകത്തിൽ ശനിയുടെ ബലാബലങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് ഈ ഏഴര ശനി ഗുണമാണോ ദോഷമാണോ, ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് വരുത്തുന്നത് എന്നൊക്കെ ഇതിൻ്റെ ബലാബലങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അല്ലെങ്കിൽ നോക്കി ഉറപ്പിച്ചതിന് ശേഷമാണ് ഒരു ജ്യോതിഷി ഫലങ്ങൾ പറഞ്ഞു തുടങ്ങുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പൊതുഫലങ്ങളാണ്. അപ്പോൾ 12ൽ ഇങ്ങനെ ഒരു പാവഗ്രഹം നിൽക്കുക അല്ലെങ്കിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ പാവം വയം ച പതനം നിരേ വാമാമ്പകം സ്ഥാനപ്രംശം ച വൈകല്യം എന്ന് സൂചിപ്പിക്കുന്നു എന്ന പ്രമാണങ്ങൾ കൊണ്ട് ഫലങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു രാശിയിലാണ് ഈ ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കെന്താ ഗുണം അല്ലെങ്കിൽ നമുക്കെന്താ ദോഷം എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ട അവസ്ഥ. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു വർഷം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചിലവുകൾ ഒരു നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എങ്ങനെ നിയന്ത്രിക്കാം? അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവാക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പെൻഡിങ് വെക്കുകയും ചെയ്യുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു പിടുത്തം എന്ന് പറയും അതിന് നാടൻ ഭാഷയിൽ, അത് നമുക്ക് കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വാസം വരുവാൻ സാധ്യതയുള്ളൂ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ ഹോസ്പിറ്റൽ വാസം വരാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ ഒരു വർഷം. അപ്പോൾ അതും സാമ്പത്തികമായിട്ടുള്ള ചിലവുകളെ നമുക്ക് സൂചിപ്പിക്കുന്നു. അപ്പോൾ അതും നമുക്ക് ഒരു കരുതൽ ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ പിന്നെ വ്യയം, ചെലവ് കൂടുന്ന ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ സ്ഥാനഭ്രംശം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഈ ഒരു കാലഘട്ടം സൂചിപ്പിക്കുന്നു. സ്ഥാനഭ്രംശം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ടാവാം. ഒന്ന്, നമുക്ക് വീട് മാറി വേറെ വീട് വെക്കുന്നതിനായിട്ട് ഇടയ്ക്ക് ഗ്യാപ്പിൽ വന്നിട്ട് നമുക്ക് വാടകയ്ക്കോ അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലം മാറി വേറെ സ്ഥലത്തോട്ടോ പോകാൻ ഇടയാവുന്ന ഒരു കാലഘട്ടമാവാം. അല്ലെങ്കിൽ ജോലിയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. പ്രമോഷൻ ആവാം, ഡീപ്രമോഷൻ ആവാം. അപ്പോൾ അത് വരുവാനുള്ള ഒരു സാധ്യത സൂചിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ ജോലിയിൽ വളരെ ശ്രദ്ധ കൊടുക്കുക. അനാവശ്യമായി ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ ജോലിയിൽ വീഴ്ച വരുത്തുകയോ ചെയ്യാതിരിക്കാൻ നോക്കുക. ജോലിയെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള ഭാഗ്യ പ്രശ്നങ്ങളിലും ഇടപെടാതിരിക്കുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ചെറിയൊരു അനാസ്ഥ പോലും നമ്മുടെ ജോലിക്ക് ബാധിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ അതിനെ
നമ്മൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോവുക. കാരണം ജോലിയിൽ പ്രയാസം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു അജ്ഞാത ശത്രു അല്ലെങ്കിൽ അറിയാവുന്ന തന്നെ ഒരു ശത്രു ജോലി സ്ഥലത്ത് ഉടലെടുക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പഴയ ശത്രു ഒന്ന് തടകൊടഞ്ഞ് എഴുന്നേറ്റാലും മതി. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകൾ വരുവാനുള്ള സാധ്യത ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം വരുവാനുള്ള സാധ്യത മാത്രമാണ്. സാധ്യത ഉള്ളത് കൊണ്ട് ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വ്യാഴത്തെ കൊണ്ട് നമ്മുടെ ശോകം, അതായത് ദുഃഖങ്ങൾ വരുത്തുന്ന ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരുടെ വേർപാട് ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിനെയും സമ്പത്തിനെയൊക്കെ ഒരു പരിധിവരെ ബാധിക്കുവാനുള്ള ഒരു സാധ്യത കൂടെ നിലനിൽക്കുന്നതിനാൽ ഈ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ യാത്രകളൊക്കെ വളരെ ശ്രദ്ധിക്കുക. യാത്രയിൽ നിന്ന് ചെറിയ ആപത്തുകളും അപകടങ്ങളും ഒക്കെ വരുവാനുള്ള സാധ്യത, ഒരു വീഴ്ചയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് വളരെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുന്നവർ. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓട്ടിക്കുന്നവരാണെങ്കിൽ, അമിതമായ സ്പീഡിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വാഹനം ഓട്ടിക്കുക. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റൽ വാസത്തിനൊരു സാധ്യത കാണുന്നത് കൊണ്ട് ഈ തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകളിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളൊന്ന് സ്വയം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആപത്തുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു അശ്വതി നക്ഷത്രക്കാർക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 12 കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ കാലിനെ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, പാദങ്ങളെ. അപ്പോൾ പാദരോഗങ്ങൾ വരാം, അല്ലെങ്കിൽ മുട്ടിന് താഴെയുള്ള പ്രശ്നങ്ങൾ വരാം. ഒരു പ്രായമൊക്കെ കഴിഞ്ഞവർക്ക് ഈ വാദസംബന്ധമായ പ്രയാസങ്ങളുമുണ്ട്, കുറച്ച് ബുദ്ധിമുട്ട് വരുവാനുള്ള സാധ്യതയും ഈ സമയത്ത് കാണുന്നത് കൊണ്ട് നമുക്ക് ഉചിതമായ ട്രീറ്റ്മെൻറ്റുകൾ വേണ്ടി വരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടും ഈ സമയം ഈ പറഞ്ഞ കുറച്ച് പ്രായമായവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരാം. ചെറുപ്പക്കാർക്ക് അത് വലിയ വിഷയങ്ങളായില്ല എങ്കിലും ഈ ശനിയുടെ സ്വാധീനം കൊണ്ട് കുറച്ച് കാലിനൊക്കെ പ്രയാസങ്ങൾ വരാൻ, വാദസംബന്ധമായ അസുഖങ്ങൾ വരുവാനൊക്കെ സാധ്യത കൂടിയൊരു കാലഘട്ടമാണ്. അപ്പം പൊതുവേ ഈശ്വരാനുഗ്രഹം ഈ പറഞ്ഞ പോലെ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിന്റെ ശുഭാശുഭങ്ങൾ കൂടെ ഒന്ന് നല്ലൊരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുകയും അതിന് വേണ്ടതായ പരിഹാര മാർഗങ്ങളൊക്കെ ഒന്ന് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ലൊരു കാലഘട്ടമായി തീരുവാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയണമെങ്കിലും ഒക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതക ഫലങ്ങളായാലും നിങ്ങളുടെ സമയത്തിൻ്റെ കാര്യങ്ങളായാലും ഒക്കെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞത് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർ ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ കാലഘട്ടം വളരെ മാറ്റങ്ങളോ ഉയർച്ചകളോ അല്ല എങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കെല്ലാം നല്ല ഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.